നട്ടലിന്റെ ഏറ്റവും അടിയിലുള്ള കുണ്ടലിനെ ഉണർത്തി അതിനെ തെങ്ങ് എന്ന് പറയുന്ന നട്ടല്ല, അല്ലാണ്ട് തീയന്മാരെ തെങ്ങുമക്കാരുണ്ടാക്കിയ ആൾക്കാരൊന്നുമല്ല. ആ ചൈതന്യത്തെ ഉപാസന ചെയ്ത് നട്ടലിന്റെ മുകളിൽ കൂടി ഏറ്റവും മുകളിലെത്തി ആ വസ്തുവിനെ ഉണർത്തി അമൃതരസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ തപസ് ചെയ്യുന്ന വിഭാഗമാണ് ആര്? ദിവ്യന്മാർ. അവരാണ് പിന്നീട് തീയനായി മാറിയത്. തപസ് ചെയ്യുന്നവരായിരുന്നു ദിവ്യന്മാര്. ഇനി ഇവിടെ തീയന്മാരിൽ തന്നെ മൂത്ത 12 കുട്ടികളൊക്കെ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു അമ്മ പറയാ എനിക്ക് കുറച്ച് കുട്ടികളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം പാവത്തിന് 12 കുട്ടികളേ ഉള്ളൂ എന്ന്. 13ാമതൊക്കെ എണ്ണത്ത് കൂട്ടല്ലോ, 12 എല്ലാവർക്കും ഉണ്ടാവും. ആ മൂത്ത കുട്ടീൻ്റെ പണി അയാൾ വേറൊരു ജോലിക്കും പോകാൻ പാടില്ല. മൂത്ത കുട്ടീനെ ബ്രാഹ്മണനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ആ കുട്ടിക്ക് യോഗി എന്ന് പേരിടണം നിർബന്ധമായിരുന്നു. തീയന്മാരുടെ കൂട്ടത്തിൽ മൂത്ത കുട്ടിക്ക് യോഗി എന്ന് പേരിടണം നിർബന്ധമാണ്. ഇയാളെ പണി എന്താ? ഇയാൾ വേറൊരു പണിക്കും പോകരുത്. ഇയാൾ കുലദേവതേനെ പൂജ പഠിക്കുക, വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിക്കുക. ഈ താഴെയുള്ള 12 ഉപദേശം നന്നാക്കേണ്ട ഇയാളാണ് കാരണവരായിട്ട് മാറേണ്ട ആള്. അതുകൊണ്ട് തന്നെ അയാൾക്ക് യോഗി എന്ന് പേരിടണം. ഈ യോഗീനെ കാര്യങ്ങളൊക്കെ ആരാ പഠിപ്പിക്കുക? നമ്പൂതിരിമാരെ പഠിപ്പിക്കോ? ഇല്ല. അതിന് യോഗീന ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ 64 യോഗി മഠങ്ങളുണ്ടായി. ആ മുഴുവൻ യോഗി മഠങ്ങളും ഇന്ന് അറിയപ്പെടുന്നത് ചോയി മഠം എന്നാ. അങ്ങനെയാണെങ്കിൽ ഈ യോഗി എന്നുള്ള പേര് പരിണമിച്ച് പിന്നീട് എന്തായി? ചോയി. ഇപ്പൊ എങ്ങനെയാ തീയന്മാരുടെ കൂട്ടത്തിൽ ചോയി ഉണ്ടായെന്ന് മനസ്സിലായോ? ഇത് മാത്രമല്ല, കുഞ്ഞിക്കുട്ടമ്പുരാന്റെ കേരള ചരിത്രം പഠിക്കുന്ന സമയത്ത് അതിൽ പറയുന്നുണ്ട്, ചോയി എന്ന് പേരുള്ള ആൾക്ക് മാത്രം പണ്ട് യോഗി എന്ന് പേരുള്ള ആൾക്ക് ചുവന്ന കല്ലുള്ള കടുക്കനിടാനുള്ള അവകാശം ഉണ്ടായിരുന്നു, നികുതി അടയ്ക്കാതെ. ഇവിടെ വേറെ ആരെങ്കിലും ചുവന്ന കല്ലുള്ള കടുക്കനിടണമെങ്കിൽ നികുതി അടയ്ക്കണം. ഇയാൾക്ക് നികുതി വേണ്ട. കാരണം എന്താ? ഇയാള് നമ്പൂതിരിക്ക് തുല്യമായിട്ടുള്ള ആളാണ്. ദൂരത്തുനിന്ന് വരുന്ന കണ്ടാല് ചുവന്ന കല്ലുള്ള കടുക്കനിടുന്ന ആളെ കണ്ടാൽ ഗുരുക്കൾ എന്ന് പറയാം. അയാളെ കണ്ട ഉടനെ വഴി മാറി കൊടുക്കണം. കാരണം ആംബുലൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വഴി മാറി കൊടുക്കില്ലേ, ചുവപ്പ് ലൈറ്റ് ഒക്കെ ഇട്ട്. അതുപോലെ ചുവപ്പ് കല്ലുള്ള ആളെ കണ്ട ഉടനെ വഴി. കാരണം ഇയാള് ശാക്തയെ പൂജ ചെയ്യുന്നയാളാണ്. ഇവിടെ ശാക്തയെ പാരമ്പര്യം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ശാക്തയെ പാരമ്പര്യം ഉപാസിച്ചിരുന്ന സമ്പ്രദായക്കാരാണ് ഇവിടുത്തെ ഈഴന്മാര്. അതിൽ മൂത്തയാള് യോഗിയാണ്. ഈ യോഗിക്ക് ബ്രാഹ്മണനായിട്ട് കണക്കാക്കിയിരുന്നോടെ അയാളിൽ ബാക്കിയുള്ള താഴെയുള്ള ആൾക്കാരൊക്കെ അയാൾ സേഫ് ആയതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് ഒരു കുട്ടിയോ അരക്കുട്ടി മുക്കാക്കുട്ടി കാക്കുട്ടിക്ക് ആയ സ്ഥിതിക്ക് ഇവരൊക്കെ അത് ചെയ്യണം. കാരണം മൂത്തിയൊരു കാരണവരില്ലെന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇനിയും സംശയം ഉണ്ടെങ്കിൽ സമയമുള്ളവരെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കേരളത്തിൽ താന്ത്രിക പാരമ്പര്യം ഏറ്റവും കൂടുതൽ കുടികൊള്ളുന്നത് ഇവിടുത്തെ ഈഴവന്മാരിലാണ്. നായന്മാർ മോശക്കാരൊന്നുമല്ല, അത് പിന്നീട് പറഞ്ഞുതരാം. കാരണം ഇവിടെ രുരുജിത്ത് എന്ന് പറയണേ ശിവജിത്ത് എന്ന് പറയണേ 2 സമ്പ്രദായങ്ങളുണ്ട്. ഈ രുരുജിത്ത് സമ്പ്രദായം കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കിയിട്ടുള്ളതാണ്. ഒരു ഭഗവതിയും ഒരു ഗുരു എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ ഇവിടെ ഉപാസന ചെയ്തിരുന്ന ആൾക്കാർ ഇവിടുത്തെ ഈഴവന്മാര്. ഏറ്റവും കൂടുതൽ താന്ത്രിക പാരമ്പര്യം ഈഴവന്മാർക്കാണ്. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ പറഞ്ഞാൽ നടക്കില്ല, നിർബന്ധിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. നമ്മളിത് പഠിക്കാത്തതിന് നമ്മൾ ഉത്തരവാദിയല്ല, പഠിച്ചേ പറ്റൂ. ഈ സമ്പ്രദായം നിങ്ങളെ കുടുംബത്തിൽ കുലദേവതയ്ക്ക് പൂജ ചെയ്യേണ്ട തീയന്മാരാ. ഈ നേരത്തെ പറഞ്ഞ സമ്പ്രദായമില്ലേ, തർപ്പണം എന്ന് പറഞ്ഞ ക്രിയ, അതിവിടെ ചെയ്തിരുന്നത് ഇവിടുത്തെ ഈഴവന്മാരാ. അതൊക്കെ ചെയ്യാണ്ടായതിന്റെ ഫലമാണ് കേരളം നശിക്കപ്പെട്ടത്. അവരത് ചെയ്യാൻ തുടങ്ങട്ടെ. നായന്മാർ അവരെ സമ്പ്രദായ പ്രകാരം ഉള്ള ക്രിയകൾ ചെയ്യാൻ തുടങ്ങട്ടെ. അന്ന് കേരളം എങ്ങനെയാണോ പണ്ടുണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് വരും. നമ്മളെല്ലാവരും ചില ആശയങ്ങളെ പിന്നാലെ പോയിട്ടാണോ എന്നറിയില്ല, ഈ സമ്പ്രദായം മുഴുവൻ ഒഴിവാക്കി അന്ന് മുതൽക്കാണ് നമ്മൾക്കും കേരളത്തിന് അപജയം ഉണ്ടായത്. തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതിനുശേഷമാണ് ഈ ക്രിയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായിപ്പോയത്. സഹനാവവതോ സഹനോ ഭുനക്തോ സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തോ മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി.